ഇനി കാണാൻ പോകുന്നത് ജെൻസി തലമുറയാണ്. ഇനിയും പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത. കാരണം നമ്മൾ ജെൻസി തലമുറയെ കുറിച്ച് പഠിച്ചാൽ അല്ലെങ്കിൽ ജെൻ ആൽഫയെ കുറിച്ച് പഠിച്ചാൽ അവർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. അതെ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചെറുതിലെ മുതലേ ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം മാരേജ് എന്ന് പറയുന്നത് വൺ ഡേ ബിസിനസ് അല്ല. അത് പറ്റുമെങ്കിൽ ലൈഫ് ലോങ് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയിലേക്ക് ആ കുട്ടികളെ നയിക്കണമെങ്കിൽ അവിടെയും ഈ ട്രെയിനിങ് പ്രസക്തമാണ്. അല്ല, ഈ കുട്ടികൾക്ക് ഈ ഗാഡ്ജറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതിനകത്തോട്ട് പിറന്നു വീണ കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയുമില്ലാത്ത കുട്ടികളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാം അറിയാം. പക്ഷെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ജീവശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തില് ശരീരശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കാൻ സാറന്മാർക്കും ഒരു വിഷമം, അത് കേട്ടോണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു വിഷമം. ഇന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഇത് അറിയാം. പക്ഷെ ജീവിക്കാൻ അതിനെപ്പറ്റി പറയണ്ട. ഞാൻ ബഹുമാനപ്പെട്ട കുടുംബ കോടതി 28 വയസ്സിന് താഴെയുള്ള എത്ര കേസുകൾ വരുന്നുണ്ട്? ധാരാളം കേസുകൾ ഉണ്ടോ? ധാരാളം കേസുകൾ യുവജനല്ലേ വരുന്നത്. ആ സമയത്ത് 30-45 വയസ്സിനിടയിലുള്ള എത്ര ഡൈവേഴ്സ് വരുന്നു? ആര് പറഞ്ഞു ധൈര്യം? ഞാനൊരു ഉത്തരം പറയാം. അതായത് 84 ഫാമിലി കോർട്ട് ആക്ട് വന്നു. 92 ഫാമിലി കോടതികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 3 സോണായിട്ട് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം. ഇതിനുശേഷം ഇപ്പോ ജില്ലകളിലും കൂടി, ജില്ലകളിൽ 2ഉം 3ഉം ഫാമിലി കോടതി താലൂക്കിന് വേണ്ടി വരും. വന്നിട്ടും താലൂക്കിലും വന്നു. താലൂക്കുകളിൽ തലത്തിൽ പോലും ഫാമിലി കോടതി വന്നിട്ട് അതൊരു കാരണം പറഞ്ഞുതരാം. 2-3 കാര്യം നേരത്തെ പറഞ്ഞു. അതായത് ഫാമിലി ലൈഫില് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്, അതായത് ഇൻലോസിന്റെ ഇൻവോൾവ്മെന്റ് ധാരാളം കൂടിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, സാമ്പത്തികമാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചു വിട്ട മാതാപിതാക്കളും ഇതിന്റെ ഭാഗമാണ്. ഏറ്റവും പാദം ചെയ്ത് മാതാപിതാക്കളാണ്. കാരണം പണം കൊണ്ട് എല്ലാം നേടാം എന്ന് മക്കളെ പഠിപ്പിച്ചു വിട്ടതിന്റെ ദോഷമാണ് ഇന്ന് അനുഭവിക്കുന്ന സമൂഹം. യുവജൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്. ഇപ്പൊ IT മേഖലയിൽ 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചിട്ട് ഈ പെൺകുട്ടി ഇവന്റെ ബാൻഡ് എടുത്ത് കഴിയാൻ എടുക്കുമ്പോ അതിനകത്ത് അവന്റെ സാലറി സ്ലിപ്പ് 12,000 രൂപയാണെങ്കിൽ അന്ന് തുടങ്ങും അവര് അടി. മനസ്സിലായില്ലേ? അപ്പോഴാണ് പറയുന്ന വക്കീലിനടുത്തേക്ക് എന്താണ് തെറ്റ്? അവര് പരസ്പരം കിടക്ക പങ്കിടാമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡ്രസ്സ് കഴിയുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാര് കിടക്ക പങ്കിടുമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സുകൾ പരസ്പരം അലക്കുന്നതുകൊണ്ട്